ഇപ്പൊ രാത്രിയിൽ എൻ്റെ കൂടെ വണ്ടിയിൽ ആരുമില്ല. ഞാൻ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വരുന്നതാ. ഹായ്, വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ രാത്രിയിലാണ്, കാറിനുള്ളിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ, ഇത് ഞാനിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാനൊരു ഇമോഷണലായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കമൻസിലും പിന്നെ പ്രൈവറ്റായിട്ടൊക്കെ വന്നിട്ട് ചോദിച്ചു. കമൻസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പോൾ പലരും വിചാരിക്കും ഒറ്റ മോളായാൽ വളരെ നല്ല കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്, എല്ലാം ഒറ്റയ്ക്ക് വാങ്ങിക്കാം, ഒറ്റയ്ക്ക് തിന്നാൻ, ഷെയർ ചെയ്യണ്ട. അങ്ങനെയൊക്കെയാണ് ഞാനും കുറേ കാലം ഞാൻ വിചാരിച്ചുകൊണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ചെറിയ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം കളിക്കേണ്ട പ്രായമൊക്കെ കളിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ കൂട്ടുകാരൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കൂട്ടുകാരൊക്കെ ആയിട്ട് കളിയൊക്കെ തുടങ്ങും. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അവരായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി നമ്മൾ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ പാരൻസിനോട് പറയാൻ പറ്റാത്തതെന്നല്ല, അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ഫ്രണ്ട്, നമ്മളെ ഫ്രണ്ടിനെ നോക്കുമ്പോൾ ആ ഫ്രണ്ട് ചിലപ്പം ജെന്യൂൻ ആയിരിക്കണം എന്നില്ല. അവരുടെ കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടിയ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് കേട്ടോ. അവരുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അവരുടെതൊക്കെ ഓക്കെ ആയി ശരിയായി കഴിഞ്ഞിട്ടാകുമ്പോൾ അവരവരെ പാടും തൊട്ട് പോകുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊക്കെ ഫീലൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ കാലങ്ങൾ കടന്നുപോയി. സൗഹൃദം പ്രണയത്തിലെത്തി. പിന്നെ കുറേ നാളിന് ശേഷം കല്യാണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒളിച്ചോടിയിട്ടൊന്നല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല. ഓഫ്കോഴ്സ് സമ്മതിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ അച്ഛനമ്മയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ ശത്രുവോ കൂടെ ഇല്ല അങ്ങനെയൊന്നല്ല, അവർ നമ്മളെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഒറ്റയ്ക്കായിട്ട് വളർന്ന എനിക്ക് എപ്പോഴും ഒരു അനിയനോ അനിയത്തിയോ ഒരു ഏട്ടനോ ഏട്ടത്തിയോ ആരെങ്കിലും ഉണ്ടാവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കില്ല. പിന്നെ ഒരു നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിലൊന്നും എനിക്കങ്ങനെ നല്ല ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡായിരുന്നു എൻ്റെ നല്ല ഫ്രണ്ട്, എൻ്റെ ലവർ. പിന്നെ എൻ്റെ പാരൻസ് എന്നെ എല്ലാത്തിലും ഭയങ്കര ഏറ്റവും കൂടുതൽ എന്നെ ട്രസ്റ്റ് ചെയ്യണത് എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ ഹസ്ബൻഡ് അറിയാം ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യൂല എന്നൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പിന്നെ കുട്ടികളൊക്കെ ആയി. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതായത് എൻ്റെ അച്ഛനമ്മയ്ക്ക് ഒറ്റ മോളായതുകൊണ്ട് തന്നെ അവരെന്നെ പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടെല്ലാം ചെയ്യണം, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കടയിൽ പോകുമ്പോൾ എൻ്റെ അമ്മ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാനറിയാതെ എന്നെ ഫോളോ ചെയ്തിട്ട് വന്നിട്ട് ബാക്കിൽ റോഡിൻ്റെ മതിലിൻ്റെ അടുത്തൊക്കെ ഒളിച്ച് നിന്നിട്ട് ഞാൻ പോണത് സേഫ് ആണോ എന്നൊക്കെ എൻ്റെ അമ്മ നോക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചോ കടയിൽ. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ച് ഞാനപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ എനിക്കും ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തു, കടയിൽ പോയിട്ട് വന്നു, സാധനം വാങ്ങിയിട്ട് വന്നു. ഇനിയിപ്പോൾ എൻ്റെ സ്ഥലം കാഞ്ഞങ്ങാട്. അപ്പോൾ കാഞ്ഞങ്ങാടൊക്കെ ടൗണിലൊക്കെ നമ്മളവിടുന്ന് ഒരു സമയത്ത് ഒരു ബസ് അപ്പോൾ പറഞ്ഞയച്ചിട്ട് വാങ്ങിയിട്ടൊക്കെ വരുന്നതൊക്കെ അമ്മ ഭയങ്കര പ്രൗഡായിട്ട് കണ്ടു. അപ്പോൾ എനിക്കും ഭയങ്കര പ്രൗഡായി. ഞാനും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് തന്നെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ
ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ടാകുമ്പോഴേ ഈ ഒറ്റയ്ക്ക് നമ്മളെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് വരും. അവള് ചെയ്യും, അവള് പോവും, അവള് ചെയ്തോളും, അവള് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ പിന്നെ പല കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് ആരാണോ എല്ലാം ചെയ്യാൻ പറ്റുന്ന ആള് അത് ഞാനാണല്ലോ. അപ്പോൾ എനിക്ക് തലയിലേക്ക് വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പാർലറിൽ ജോലി ചെയ്തിട്ട് ഇപ്പോൾ കസ്റ്റമറൊക്കെ ഉണ്ട്, ഒരു 8 മണി 8:30 ആയി ഒക്കെ വരികയാണെങ്കിൽ ആ അവള് വരും. അവൾക്ക് പേടിയൊന്നുമില്ല. അവള് ഭയങ്കര തന്നോടുള്ള അവള് അവളുടെ അടുത്തൊന്നും ആരും കളിക്കാനൊന്നും പറ്റൂല. അവള് ഭയങ്കര സ്മാർട്ടാ. അവള് വന്നോളും എന്ന് പറയും. ഇത് നമ്മൾ ആദ്യമൊക്കെ നല്ല എൻജോയ് ചെയ്യും. പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട് പോണ ഒരു ഫീലിംഗ് വരും. പറയാറില്ലേ, എല്ലാരും ഉണ്ടായിട്ടും ആരുമില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനൊരു സന്ദർഭം. നമ്മളൊക്കെ എല്ലാം ചെയ്യാൻ അറിയാം. നമ്മളെവിടെ പോയാൽ തിരിച്ചു വരും. അതുകൊണ്ട് നമ്മളെ പോയിട്ട് വരുന്നവരെ നോക്കി നിൽക്കാനോ നമ്മൾ ബസ് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൂട്ടിയിട്ട് വരാനോ ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആ വീഡിയോയുടെ കാര്യം എൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു. 9 പ്രാവശ്യം ഇതുപോലെ സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. ഞാൻ ഒറ്റക്കായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചു. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ വരേണ്ടവർക്ക് തിരക്കുണ്ടാവാം, അവരുടെ സാഹചര്യമായിരിക്കാം. എന്നാലും ഒറ്റപ്പെടലുണ്ടല്ലോ. ഇപ്പം രാത്രിയിൽ എൻ്റെ കൂടെ വണ്ടിയിൽ ആരുമില്ല. ഞാൻ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വരുന്നതാണ്. എനിക്ക് അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, പ്രശ്നമല്ല. പക്ഷെ എന്നാലും നമ്മുടെ കൂടെ നമ്മുടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലായിട്ടൊന്നല്ല അവർ നമ്മുടെ കൂടെ വരാത്തത്. പക്ഷെ അവർ വിചാരിക്കണം നമ്മളെല്ലാം ചെയ്യും, നമ്മ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ അത് പലപ്പോഴും ചെയ്യണ ആൾക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം കഷ്ടപ്പെടണം. കാരണം പണമില്ലാത്ത അവസ്ഥയും വീടില്ലാത്ത അവസ്ഥയും ഒരു വണ്ടിയില്ലാത്ത അവസ്ഥയൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ ആ അനുഭവങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിക്കണോണ്ട് ഞാൻ എൻ്റെ പാർലറിൽ പനി വന്ന് കിടന്നാൽ പോലും ഞാൻ പാർലറിൽ പോവാതിരിക്കാറില്ലായിരുന്നു. അങ്ങനെ എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. ഈ യൂട്യൂബ് തന്നെ ചെയ്യാൻ കാരണം, ഈ ഫേസ്ബുക്ക് ചെയ്യാൻ കാരണം ഇതിൽ നമ്മുടെ കോണ്ടന്റ് ഇട്ടിട്ട് എമൗണ്ട് വരും. പിന്നെ എൻ്റെ മോളുടെ കഴിവ്, നമുക്ക് ഫിലിം ഫീൽഡിലൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ കഴിവ് കാണിക്കുമ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് വരുമല്ലോ എന്നൊക്കെ. അങ്ങനെയാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. പണം. അപ്പോൾ ഞാനിപ്പോൾ സാഹചര്യത്തിൽ പറഞ്ഞു വെച്ചാൽ
ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് ഇമോഷണൽ ആയത് എൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ട് നോക്കുന്നത് എന്താ അറിയോ, ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ വീട്ടിൽ പിള്ളേർ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം വാങ്ങിയിട്ട് കൊണ്ടാൻ വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ പറഞ്ഞിട്ട് ഞാൻ നോക്കിയെടുത്തിട്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു ഇവിടെ ബ്രേക്കായെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സ്മാർട്ടായിട്ടുള്ള കുറേ ലേഡീസ് ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പഠിച്ചാലും പല കാര്യങ്ങളും എനിക്ക് പറ്റൂല, നിങ്ങൾ ഇല്ലെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടണം. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പൈസ കാര്യമല്ലേ, അതെ. എൻ്റെ അച്ഛൻ എത്തിയോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. അപ്പോൾ എൻ്റെ ഓർഡറും ആയിട്ടുണ്ട്, ഞാൻ പോയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, നമുക്ക് ജീവിതത്തിൽ പണം അത്യാവശ്യമാണ്, കൂടെ ആൾക്കാരും എപ്പോഴും വേണം. ചിലപ്പോൾ പലരും നമ്മുടെ കൂടെ അവരെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് വേറെ തിരക്ക് കാരണമായിരിക്കും, പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് സമയം കളയാറില്ല കേട്ടോ. താങ്ക് യു. വീഡിയോസിന് വേണ്ടി കളയാറില്ല. ഞാനിങ്ങനെ ഫ്രീ ഉള്ള സമയത്ത്, ഞാൻ വെറുതെ ഇരിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ മോളുമായിട്ട് സൺഡേ സാറ്റർഡേ ഒരു അരമണിക്കൂർ 1 മണിക്കൂറേ വീഡിയോന് ചിലവഴിക്കാറുള്ളൂ. ബാക്കി ഉള്ള സമയം എൻ്റെ ഫാമിലിയുടെ കൂടെയോ എൻ്റെ ജോലിയിലൊക്കെ ആയിരിക്കും. ഞാനെപ്പോഴും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ടൈം കൊടുക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ വീട്ടിൽ വന്നാൽ തന്നെ ഫോണൊന്നും അധികം ഉപയോഗിക്കാറില്ല, കാരണം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണതാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ ചെറിയൊരു എപ്പോഴും ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതൊരു കണ്ടന്റ് അല്ല, ഇതെൻ്റെ ഒരു ലൈഫിൻ്റെ 0.000 ആണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ. അച്ഛനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ.